എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കരളലിയിപ്പിക്കുന്ന ജീവിതകഥ വിവരിച്ച ദയാബായി. പാലാ മുനിസിപ്പൽ പാർക്കിൽ പാലം 2025 പ്രോഗ്രാമിനോടനുബന്ധിച്ച് ശില്പശാലയ്ക്ക് ദയാബായി നേതൃത്വം നൽകി. പ്രകൃതിയിൽ നിന്നും മനുഷ്യന് ഇനിയും പലതും പഠിക്കുവാനുണ്ടെന്ന് ദയാബായി പറഞ്ഞു. എൻഡോസൾഫാൻ മക്കൾക്ക് മുന്നിൽ കേരളത്തിന്റെ കണ്ണീര് പറ്റിയോ എന്ന ചോദ്യവുമായി കാസർഗോഡിന്റെ അമ്മ എന്ന നാടകം അവതരിപ്പിച്ച ദയാബായി കാണികളെ കണ്ണീരണിയിച്ചു. കുട്ടികൾക്ക് വേണ്ടി സ്വന്തം കാലിൽ നിന്നുകൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ദയാബായി ശില്പശാല നടത്തി. തടി കൊണ്ടുള്ള ചെറുത്ത് വിട്ട് അത് വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് അറിയാമായിരുന്നു. ഇങ്ങനെ നടന്ന് ദൂരെ കുറെ ആളുകളുടെ ഇടയിലേക്കങ്ങ് മറയുന്നു. എൻ്റെ പ്രണയം തുടങ്ങിയത് അവിടെയാണ്, ഗാന്ധിയോടല്ല. എന്തൊക്കെയോ വലിച്ചൂരിയെറിഞ്ഞിട്ട് ഒരു പുതിയ ലോകത്തേക്ക്, പുതിയ ആളുകളുടെ ഇടയിലേക്ക് മേർജ് ചെയ്യുന്നൊരു ജീവിതം എന്ന് വാക്കി പറയാം. പക്ഷെ അന്നൊരു ഇമാജിനേഷനാണ് ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ പോവുക എന്നുള്ളത്. കുട്ടികളുടെ നാടകവേദി പ്രവർത്തകൻ ബാബു കുരുവിള നാടക കളികൾ നയിച്ചു. ഉച്ചയ്ക്ക് ശേഷം പ്രഭാ ബാലയുടെ ഓർമ്മയിൽ ചിത്രകലാകാരി ഉഷ കെബിയും ചിത്രകാരൻ ഷിബി ബാലകൃഷ്ണനും കളിമൺ ശില്പശാല നയിച്ചു. രവി പുലിയന്നൂർ, ജോണി ജെ പ്ലാത്തോട്ടം, എബി ഇമ്മാനുവൽ, MA ആഗസ്തി, എലിക്കുളം ജയകുമാർ, SS ലക്ഷ്മി, ജയേഷ്, കിരൺ ഡെഹു, KP ജോസഫ്, ബിജോയ് മണർകാട്, കുമാരദാസ്, ലക്ഷ്മി ശശിധരൻ, അജേഷ് SS, സിസിലി P, ജിനു ജംബ്ലാവ്, അഖില KS, നന്ദന രഞ്ജിഷ്, ഡോക്ടർ സിറിയക് എന്നിവർ പങ്കെടുത്തു.